നമസ്കാരം. നമ്മളിൽ പലർക്കുമുള്ള ഒരു ശീലമാണല്ലേ, ചെയ്യേണ്ട ജോലികൾ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം മുന്നിൽ കിടപ്പുണ്ടാകും, പക്ഷെ നമ്മൾ ചിലപ്പോൾ ഫോണിൽ നോക്കിയിരിക്കും. എന്തുകൊണ്ടാണത്? വാ, നമുക്കിതിന്റെ പിന്നിലെ സൈക്കോളജി ഒന്ന് സിമ്പിളായിട്ട് നോക്കാം. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചേ. നിങ്ങളിപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ച് പക്ഷെ ചെയ്യാൻ മടിച്ച് നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലി ഏതാണത്? ഒരു റിപ്പോർട്ട് ഫിനിഷ് ചെയ്യാനാണോ? അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഫോൺ കോൾ ചെയ്യാനാണോ? ചിലപ്പോൾ പുതിയൊരു കോഴ്സ് തുടങ്ങുന്നതായിരിക്കാം. കിട്ടിയില്ലേ? ആ കാര്യം മനസ്സിൽ വെച്ചോളൂ. നമ്മളോട് തന്നെ പറയുന്ന ചില ന്യായങ്ങളുണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു മൂഡില്ല, അല്ലെങ്കിൽ അത് തുടങ്ങാൻ ഒരു പെർഫെക്റ്റ് ടൈം വരട്ടെ. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് അത് വരാനേ പോകുന്നില്ല. അതൊരു മരീചിക പോലെയാണ്. എന്നാലും നമ്മൾ കാത്തിരിക്കും. അപ്പോൾ എന്തിനാണ് ഈ കാത്തിരിപ്പ്? നോക്കൂ, പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് എങ്ങനെ തുടങ്ങണം എന്നതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാവാം. ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസമില്ലാത്തതുകൊണ്ടാവാം, കോൺഫിഡൻസ് കുറവ്. ഈ കാത്തിരിപ്പ് കൂടുന്തോറും എന്താ സംഭവിക്കുന്നതെന്നറിയോ? ആ ചെറിയ ജോലി നമ്മുടെ മനസ്സിലൊരു ഭീകരനായി വളരും. പിന്നെ അത് തുടങ്ങുന്ന തന്നെ ഒരു വലിയ റിസ്ക് എടുക്കുന്നത് പോലെ തോന്നും. ഞാനിത് ചെയ്ത് കുളമാക്കുമോ എന്നൊരു പേടി. അതൊരു ചങ്ങല പോലെ നമ്മളെ പിടിച്ചുവെക്കും. നമ്മളിതിനെ ഒറ്റ വാക്കിലങ്ങ് പറയും, മടി. പക്ഷേ ഇതൊരു മടിയല്ലെങ്കിലോ? നമ്മൾ കാണുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെങ്കിലോ? അതിന്റെ അടിയിൽ ആഴത്തിൽ വേറെ എന്തെങ്കിലും വലിയ കാരണം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലോ? അതെ, അതാണ് പോയിന്റ്. പലപ്പോഴും ഇത് മടിയല്ല, അത് പേടിയാണ്. ആ ജോലി മോശമായി ചെയ്യേണ്ടി വരുമോ എന്നുള്ള പേടി. ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റ് ആകുമോ? മറ്റുള്ളവരെന്ത് പറയും? ഈ ചിന്തകളില്ലേ, അതാണ് യഥാർത്ഥ വില്ലൻ. ഇത് മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിനൊരു പേരുണ്ട്, പെർഫെക്ഷനിസം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ നല്ല പെർഫെക്ഷനിസം അല്ല. ഏറ്റവും മികച്ചത് ചെയ്യാനുള്ള ആഗ്രഹമല്ല ഇവിടെ പ്രശ്നം. മറിച്ച് ചെയ്യുന്നത് അപൂർണമായി പോകുമോ, ഒരു ചെറിയ തെറ്റുപോലും പറ്റിപ്പോകുമോ എന്നുള്ള ഒരു തരം തളർത്തുന്ന ഭയമില്ലേ, അതാണ്. ആ ഭയം നമ്മളെ ഫ്രീസാക്കി കളയും. ചെയ്യുന്നെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന വാശി പിടിക്കുമ്പോൾ എന്തുപറ്റും? ആ ജോലി നമ്മുടെ മുന്നിൽ കീഴടക്കാൻ പറ്റാത്ത ഒരു വലിയ മല പോലെ തോന്നും. പിന്നെ അതിന്റെ ഭാരം കാരണം നമുക്ക് തുടങ്ങാൻ പോലും ധൈര്യമുണ്ടാവില്ല, അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഈ ഭയം ശരിക്കും ഒരു കെണിയാണ്. ഒരിക്കലും തീരാത്തൊരു സൈക്കിൾ. അത് നമ്മളെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കിയാലോ? ഈ സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് പുറത്തു ചാടാനും ഒരു വഴി കാണും. നോക്കൂ, ഇതാണ് ആ പ്രഷർ സൈക്കിൾ. ആദ്യം ആ ജോലി നമുക്കൊരു വലിയ ഭാരമായി തോന്നും. പിന്നെ ആ ഭയം വരും, എനിക്കിത് നന്നായി ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന്. സ്വാഭാവികമായും നമ്മളത് മാറ്റിവെക്കും. പക്ഷേ സമയം മുന്നോട്ടു പോകുന്തോറും എന്തു സംഭവിക്കും? ടെൻഷൻ കൂടിക്കൂടി വരും. അവസാനം ഇതൊരു വിഷമവൃത്തമായി മാറും, അല്ലേ? ഇതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സമ്മർദ്ദം ഒഴിവാക്കാനാണ് ജോലി മാറ്റിവെക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഈ മാറ്റിവെക്കൽ തന്നെയാണ് സമ്മർദ്ദം കൂട്ടുന്നത്. അത് തീ കെടുത്താനില്ലെങ്കിൽ പെട്രോൾ ഒഴിക്കുന്നത് പോലെയാണ്. അതായത് ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രശ്നം ആ ജോലി അല്ലാതായി മാറും. പ്രശ്നം മുഴുവൻ നമ്മുടെ ഉള്ളിലെ ആ ഭയമായി മാറും. അപ്പോൾ പിന്നെ പോരാടേണ്ടത് ആ ജോലിയോടല്ല, ഈ ഭയത്തോടാണ്. നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ ഭയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്ത തവണ ഒരു ജോലി മാറ്റിവെക്കാൻ തോന്നുമ്പോൾ അതിനെ നിങ്ങളുടെ ഒരു കുറവായി കാണരുത്. അതൊരു പക്ഷേ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് സംസാരിക്കുന്നതാവാം, എനിക്ക് പേടിയുണ്ട് എന്ന് പറയുന്നതാവാം. ആ ഭയത്തെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കൂ, ഒന്ന് ദയോടെ സമീപിക്കൂ. ഓർക്കുക, ലക്ഷ്യം പെർഫെക്റ്റായി ചെയ്യുക എന്നതല്ല, തുടങ്ങുക എന്നതാണ്. ആ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെക്കുന്നില്ലേ, അതാണ് ഏറ്റവും വലിയ വിജയം.